പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അധികാരം ജനങ്ങൾക്ക്. ഇപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നഗരങ്ങളിൽ ഗ്രാമസഭ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നഗരങ്ങളിൽ ഗ്രാമസഭ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, നഗരങ്ങളിൽ ഗ്രാമസഭ വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമങ്ങളിലാണ് ഗ്രാമസഭ എന്നറിയപ്പെടുന്നത്, നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എത്ര കാല ഇടവേളയിൽ വിളിച്ചു ചേർക്കേണ്ടതാണ്? ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എത്ര കാല ഇടവേളയിൽ വിളിച്ചു ചേർക്കേണ്ടതാണ്? ഉത്തരം, 3 മാസത്തിലൊരിക്കലാണ് ഇത് വിളിച്ചു ചേർക്കേണ്ടത്. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും സഭയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരുടെയും സഭയാണ് വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് എന്ന് ചോദിച്ചാൽ, ഉത്തരം, വാർഡ് മെമ്പർ ആയിരിക്കും ഗ്രാമസഭയുടെ കൺവീനർ. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഗ്രാമസഭയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, റിപ്പൺ പ്രഭു തന്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഈ പരിഷ്കാരം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരിഷ്കരണം നടപ്പിലാക്കിയത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഉത്തരം, 1882 റിപ്പൺ പ്രഭു പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയത്. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. 1882 അടുത്ത ചോദ്യം, പഞ്ചായത്തുകളുടെ രൂപീകരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉത്തരം, അനുച്ഛേദം 40 പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് വർഷത്തിലാണ് അവതരിപ്പിച്ചത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ ഏത് വർഷത്തിലാണ് അവതരിപ്പിച്ചത്? ഉത്തരം, 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ അവതരിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. 1959 ഒക്ടോബർ 2 അദ്ദേഹം പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി ഏത് തദ്ദേശ സ്വയംഭരണ സംവിധാനം സംബന്ധിച്ച നിയമമാണ്? ഈ 73ാം ഭരണഘടനാ ഭേദഗതി ഏത് തദ്ദേശ സ്വയംഭരണ സംവിധാനം സംബന്ധിച്ച നിയമമാണെന്ന് ചോദിച്ചാൽ, പഞ്ചായത്തി രാജ് നിയമമാണ്. അടുത്ത ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ആർക്കാണ്? 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.